2 തിമോഥെയോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. എൻ്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. 2-ാം വാക്യം കൂടെ വായിക്കുന്നു. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് എന്നോട് സംസാരിക്കുകയും എന്നെ ശക്തീകരിക്കുകയും ചെയ്ത ഒരു വാക്യഭാഗമാണ്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ എത്തിച്ചേർന്നു. 25-30 വർഷം താൻ ശുശ്രൂഷിച്ചു. 13-15 സഭകൾ താൻ സ്ഥാപിച്ചു. ഒരുപാടൊന്നും പറയാനില്ല. കർത്താവദാസൻ പറഞ്ഞതുപോലെ തനിക്കെതിരെ വലിയ മൂവ്മെന്റുകൾ സ്വന്തം സഭകളിൽ ഉൾപ്പെടെ എഫെസസിൽ ഉണ്ടായി, ഫിലിപ്പിയയിൽ ഉണ്ടായി, തെസ്സലോനിക്കയിൽ ഉണ്ടായി. തന്നെ എതിർക്കുന്ന ഒരുപാട് മനുഷ്യർ ഉപദേശപരമായും പെർസിക്യൂഷൻ, ശാരീരികപരമായും ഒക്കെയും ഉപദ്രവിക്കപ്പെട്ടു. അവസാന നിമിഷം താൻ തിമോഥെയോസിന് എഴുതുന്ന ലേഖനത്തിലെ ഒരു പ്രസക്ത ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഒരു രീതിയിൽ പറഞ്ഞാൽ ശുശ്രൂഷ തന്നെ ഒരു പരാജയമായി പോയോ എന്ന് ചിന്തിക്കുന്ന നിമിഷം. കാരണം 4-ാമത്തെ അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അലക്സാണ്ടർ ദ മെറ്റൽ വർക്കർ ഡിഡ് മീ എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഹാം. തന്നെ ഉപദ്രവിച്ച മനുഷ്യരെല്ലാവരും ജയിച്ച് നിൽക്കുന്ന സമയം. താഴോട്ടുള്ള വാക്യത്തിൽ പറയുന്നത് 16-ാം വാക്യത്തിൽ, അറ്റ് മൈ ഫസ്റ്റ് ഡിഫൻസ് നോ വൺ കെയിം ടു മൈ സപ്പോർട്ട് ബട്ട് എവ്രി വൺ ഡെസേർട്ടഡ് മീ. ആരും കൂടെ നിൽക്കാത്ത അവസാന നിമിഷങ്ങളിലെ ചിന്തകൾ. ഇത് മാത്രമല്ല, താഴോട്ടുള്ള വാക്യത്തിൽ പറയുന്നത് 20-ാം വാക്യം ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, അതിനെക്കുറിച്ച് ആലോചിച്ചു. ഇങ്ങനെയാ പറയുന്നത്: ഐ ലെഫ്റ്റ് ട്രോഫിമസ് സിക്ക് ഇൻ മിലറ്റസ്. ട്രോഫിമസിനെ കൈവച്ച് സൗഖ്യമാക്കാൻ പോലും കഴിയാത്ത ബലഹീനനായ അപ്പോസ്തലൻ. കൂടെ നിൽക്കാൻ ആരുമില്ല. രോഗസൗഖ്യം ശുശ്രൂഷയിൽ വെളിപ്പെടുന്നില്ല. ഇത്രയും സഭകൾ സ്ഥാപിച്ചു, ഇത്രയും ഇടങ്ങളിൽ പോയി, ഒറ്റ മനുഷ്യർ തന്റെ കൂടെയില്ല, ആരും തന്റെ കൂടെയില്ല. അങ്ങനത്തെ ഒരു സമയം. തന്റെ ഏക പ്രത്യാശ എന്ന് പറഞ്ഞാൽ 10 വർഷത്തോളം കൂടെ നിന്ന് ശുശ്രൂഷയിൽ വളർത്തി സമയം ചെലവഴിച്ച് വചനം പഠിപ്പിച്ച തിമോഥെയോസും ഏതാണ്ട് ശുശ്രൂഷയിൽ നിന്നും വിടുന്നത് പോലെ ഒരു സമയം. മൊത്തത്തിൽ 10 മാർക്കിൽ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്ന് ചോദിച്ചാൽ ചർച്ച് മിനിസ്ട്രി പരമായി എഫെസസിലെ കാര്യം വലിയ പ്രശ്നമാണ്. ഫിലിപ്പിയയിലെ സഭയിൽ മൊത്തം ഡിവിഷനാണ്. കൊരിന്ത് സഭയിൽ അത് ലോകത്തെ പോലെയായി ഓൾമോസ്റ്റ്. കൊലോസ്യ സഭയിൽ തത്വചിന്തകന്മാർ പിടിച്ചു. വല്ലാത്ത ഒരു സ്ഥിതി. ജീവിതത്തിന്റെ അവസാനം ഭക്തനായ അപ്പോസ്തലനായ പൗലോസിന്റെ അവസാന നിമിഷങ്ങളാണ് ഞാൻ പറയുന്നത്. ട്രോഫിമോസിനെ സൗഖ്യമാക്കാൻ കഴിയുന്നില്ല. തന്നെ എതിർക്കുന്നവരെല്ലാം ജയിച്ചു നിൽക്കുന്നു. അപ്പോസ്തലൻ കാരാഗ്രഹത്തിലായി. ഒരത്ഭുതവും നടക്കുന്നില്ല. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങുന്നില്ല. വേദപണ്ഡിതന്മാർ പറയുന്നത്, ഈ നീറോ ചക്രവർത്തിയുടെ ആ ഭടന്മാർ വാളിരാകുന്ന ശബ്ദം കാതുകളിൽ കേൾക്കുമ്പോൾ 30 വർഷം എന്ത് ചെയ്തു, എന്ത് സാധിച്ചെടുത്തു. സഭകൾ ആരുമില്ലല്ലോ. തിമോഥെയോസിനോട് ഞാൻ പറയുകയാണ് 2-ാമത്തെ വാക്യത്തിൽ, എൻ്റെ മകനെ. എൻ്റെ മകനെ എന്ന് വിളിക്കുന്നത് 1 തിമോഥെയോസ് 1 മുതലുള്ള വാക്യത്തിൽ നിജപുത്രൻ എന്ന് പറയുന്നു. ആ വാത്സല്യം കൂടി 2 തിമോഥെയോസ് 1-ാം വാക്യത്തിൽ മൈ ഡിയർ സൺ. അതേ വാക്കാണ് ഇവിടെ 2-1 എൻ്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? എന്താണ് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്? എന്താ തിമോഥെയോസിന് ഭവിച്ചത്? എന്ത് സംഭവിച്ചു? കേൾക്കണം. ഇന്ന് പകൽ ഈ ദൂത് ആവശ്യമുള്ളവർ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, ഓൺലൈനിലും ഇരിപ്പുണ്ട്. കേൾക്കണം.
എന്താ തനിക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ 1:8 വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ. എന്ത് പറ്റി തിമോത്തിയോസേ? 10 വർഷം കൂടെ നടന്ന് ശുശ്രൂഷിച്ചില്ലേ? എഫെസസിലെ പാസ്റ്ററില്ലേ? ബൈബിൾ അറിയത്തില്ലേ? ശരിയാ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും താൻ പൗലോസ് അതിനെ ഡിസേൺ ചെയ്ത് വിളിക്കുന്നത് 7 വാക്യത്തിൽ ഭീരുത്വത്തിന്റെ ഒരാത്മാവ് സ്വാധീനിക്കപ്പെട്ട തിമോത്തിയോസ്. തന്റെ ധൈര്യമെല്ലാം ചോർന്നുപോയി. ഭീരുത്വത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ he is afraid maybe of death itself. മരണത്തെ മുമ്പിൽ കാണുമ്പോ തന്റെ മുമ്പിൽ ശുശ്രൂഷിച്ച പൗലോസ് ഏതാണ്ട് ജീവിതം കഴിയാറായി. പൗലോസ് പ്രതീക്ഷിച്ചത് ഈ ചെറുപ്പക്കാരൻ 33-34 വയസ്സുള്ള ഈ തിമോത്തിയോസ് ശക്തനായി എഴുന്നേൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ഭീരുത്വത്തിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ട് ലജ്ജാപൂണ്ട് 8 വാക്യത്തിൽ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം. നിന്റെ ശക്തിയല്ല തിമോത്തിയോസേ, ഞാൻ തന്ന ഏതോ ശക്തിയല്ല, ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്ക എന്ന് പറയുമ്പോ സംഭവിച്ചത്, കഷ്ടം സഹിക്കാനുള്ള ശക്തിയില്ലാതെ അതെല്ലാം ചോർന്നുപോയി. താൻ ലോയിസിൽ നിന്നും യൂനിക്കയിൽ നിന്നും കിട്ടിയ വിശ്വാസത്തെ സൂക്ഷിക്കാനൊക്കാതെ, ആ ഭരമേൽപ്പിക്കപ്പെട്ട സുവിശേഷത്തെയോ ഭരമേൽപ്പിക്കപ്പെട്ട പൈതൃകത്തെയോ സൂക്ഷിക്കാനൊക്കാതെ ആത്മനിറവിന്റെ ജീവിതത്തിന്റെ ശക്തി നഷ്ടപ്പെട്ട തിമോത്തിയോസ്. പൗലോസ് അവനെ വിട്ടുകളയാതെ, കൊള്ളത്തില്ല എന്ന് പറയാതെ 2:1 പറയുക, നീ എന്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക. എന്താ തിമോത്തിയോസിന് സാധ്യമായത്? ലജ്ജ വന്നു എന്ന് ഞാൻ പറഞ്ഞു. 2:15-16 വാക്യങ്ങളിൽ ഇങ്ങനെയാ പറയുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. എന്താ സംഭവിച്ചത് തിമോത്തിയോസിന്? ഇത് യഥാർത്ഥമായി പ്രസംഗിച്ചാൽ വേദികൾ കിട്ടത്തില്ല എന്നും, ഒരുപക്ഷെങ്കിൽ പൗലോസിനെ പോലെ അധികം താമസിക്കാതെ ഒരു കാരാഗ്രഹത്തിൽ താനും അകപ്പെടുമെന്നുള്ള ഭയം തന്നിലുണ്ടായി. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നവർക്ക് അന്നും ഇന്നും കാത്തിരിക്കുന്നത് പൂച്ചെണ്ടുകളല്ല, വേദികളല്ല. അവരെ എതിർത്ത് കമന്റുകൾ ഇടും, അവരെ നശിപ്പിക്കുവാൻ നോക്കും. ഭക്തിയുടെ വേഷം ധരിക്കുന്നവർക്ക് ഈ പ്രശ്നമില്ല. ശക്തിയോടെ ജീവിക്കുന്നവർക്കും ശക്തിയോടെ വചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നവരെ അന്നെന്ന പോലെ ഇന്നും ആ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ പിശാചും അഭക്തരും ഒരുപോലെ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോ പൗലോസ് തിമോത്തിയോസിനോട് പറയുക, ശരിയാ, 10 വർഷം നിന്നെ സംരക്ഷിച്ച. പൗലോസ് തിമോത്തിയോസിനെ സംരക്ഷിച്ചോ? അതെ. പലപ്പോഴും പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, കൊരിന്ത് ആൾക്കാരോട് എഴുതി, തിമോത്തിയോസ് അങ്ങോട്ട് വരും, അല്പം പേടിയുള്ള മനുഷ്യനാ, നിങ്ങൾ എന്നെ ശുശ്രൂഷ പോലെ പുള്ളിയെ ശുശ്രൂഷയോടെ ഇല്ലെങ്കിൽ he is homesick at times, he is weak at times, ബലഹീനനാണ്, എന്നെ പോലെ ശക്തിയൊന്നും കാണത്തില്ല. എപ്പോഴും പൗലോസിന്റെ കൂടെ നിർത്തി ആ തിമോത്തിയോസ്. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, ശരിയാ, എന്റെ നിര്യാണകാലം അടുത്തു, ഇനി നിന്നെ സംരക്ഷിക്കാൻ ഞാനില്ല, യു ആർ ഗോയിങ് ടു ബി എക്സ്പോസ്ഡ്. പക്ഷേ നമ്മളെ ദൈവവേലയ്ക്ക് വിളിച്ചതും നമ്മളെ ആത്മനിറവിൻ ജീവിതത്തിലേക്ക് നയിച്ചതും എല്ലാവരും കേൾക്കണമേ, ഒരു മനുഷ്യനല്ല നമ്മുടെ കയ്യെ പിടിച്ച് വേർപെട്ട ആരാധനയിലേക്ക് നയിച്ചത്. ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ അവിശ്വസ്തനാകുമ്പോ നമ്മുടെ ആത്മീകം ഇളകിപ്പോകും. ആ മനുഷ്യൻ മരിക്കുമ്പോ നമ്മുടെ ആത്മീകം കഴിയും. ഇന്ന് പകൽ തിരിച്ചറിയണം. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്, എന്റെ ശക്തിയല്ല നിന്നിൽ വരേണ്ടത്, എന്റെ പരിചയമല്ല നിന്നിൽ വരേണ്ടത്. എന്റെ മകനെ
ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ നീ ശക്തിപ്പെടണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരെ, ഈ ശക്തി ചോർന്നുപോയി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജീവിതത്തിന്റെ തിക്തമായ അനുഭവങ്ങൾ, ഒറ്റപ്പെടൽ, മനുഷ്യന്റെ ദുഷി, പഴിവാക്ക്, ഇതൊക്കെ നിമിത്തം ശരീരത്തിലും മനസ്സിലും ഒരുപോലെ എന്റെ കോൺഫിഡൻസ് പോകുന്നു, എന്റെ കറേജ് പോകുന്നു. ഇതൊക്കെ സംഭവിക്കാം. തിമോത്തിയോസിന് സംഭവിച്ചെങ്കിൽ 10 വർഷം ശുശ്രൂഷ ചെയ്ത തിമോത്തിയോസിന്റെ ശക്തി ചോർന്നുപോയ അനുഭവം ഉണ്ടെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ അത് സംഭവിക്കാം. എന്നാൽ സുവാർത്ത എന്നുള്ളത് ആ ശക്തി ചോർന്ന അവസ്ഥയിൽ നമ്മളെ തിരസ്കരിക്കുന്ന ഒരു ദൈവമല്ല നമ്മളെ വിളിച്ചത്. ആ ശക്തി കുറഞ്ഞ മേഖലയിലേക്ക് ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് പകൽ ഹൃദയങ്ങളിൽ ഒരു പുതിയ ശക്തി പകരുവാൻ ഞാനല്ല, ഒരു മനുഷ്യനല്ല, ദൈവവചനത്തിലൂടെ ആത്മശക്തി നമ്മുടെ ഉള്ളിലെ തൊടുന്ന പകൽക്കാലമാണ്. പൗലോസ് തിമോത്തിയോസിനോട് പറയുക, 1:8 നിന്റെ ഈ ലജ്ജ, 1:6 ഈ ഭീരുത്വത്തിന്റെ ഈ ആത്മാവ്, 2:15 സത്യവചനം യഥാർത്ഥമായി നിനക്ക് പ്രസംഗിക്കാൻ ഒക്കാതെ വണ്ണം നിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ഈ സാഹചര്യങ്ങൾ. 4:2 പറയുകയാണ്, വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും നീ ഒരുങ്ങി നിൽക്കണം. നിന്റെ ഒരുക്കം പോയി, നിന്റെ ഉത്സാഹം പോയി. വാസ്തവത്തിൽ 2:1 കൂടെ ഞാൻ അടുത്ത വാക്കൂടെ വായിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ, പൗലോസിന്റെ ഏറ്റവും വലിയ ഭയം തിമോത്തിയോസിനെ കുറിച്ച് എന്താണ്? പൗലോസിന്റെ ഏറ്റവും വലിയ ഭയം, അയ്യോ ഇവൻ പേടിത്തൊണ്ടനായി പോയല്ലോ, അല്ലെങ്കിൽ ഇവൻ ലജ്ജിച്ച് നിൽക്കുകയാണല്ലോ, ഇവൻ ദുരുപദേശത്തിൽ എല്ലാം പോയി വീഴുമോ, അല്ലെങ്കിൽ ഇവൻ എന്തായി തീരും. ഏറ്റവും വലിയ ഭയം എന്താണെന്നറിയാമോ? ഇന്നത്തെ ഈ ഞാൻ പറയുന്ന ചിന്തകൾക്കൊരു തലവാചകം കൊടുത്താൽ ഇങ്ങനെയാ, will it stop with you? അതാണ് പൗലോസിന്റെ ചിന്ത. എന്താ അങ്ങനെ പറഞ്ഞാൽ പറയാം. 2-ാം വാക്യത്തിൽ, നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടേക്ക് എല്ലാവരും മനസ്സിലാക്കണമേ, നമ്മൾ അറിഞ്ഞ സദ്വർത്തമാനം, നമ്മൾ അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷം, ഇത് നമ്മളിൽ മാത്രം നിൽക്കേണ്ടതല്ല. ഇത് നമ്മളിലൂടെ ഒരു സമൂഹത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ നെയ്ബർഹുഡിലേക്ക് ചെല്ലേണ്ട ഒരു കൃപയാ നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, തിമോത്തിയോസേ, നിന്നിൽ നിന്ന് ഈ ശക്തി നഷ്ടപ്പെട്ട, നീ ചിലപ്പം വാതിലടച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരിക്കും, കൈയടിക്കുമായിരിക്കും, ഞാനും സുവിശേഷ വേലക്കാരനാന്ന് പറഞ്ഞ് എവിടെയും ഒളിച്ചും പാത്തുമിരുന്ന് 4 സൂം മീറ്റിംഗ് ചെയ്യുമായിരിക്കും. എന്നാൽ നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി, എന്നെ കേൾക്കുന്നവരെ, നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി നമ്മളിൽ മാത്രം നിൽക്കേണ്ടതല്ല. ഇത് മറ്റുള്ളവരെ ഭരമേൽപ്പിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തുവെങ്കിൽ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുള്ളവരെ കേൾക്കണം, ക്രൂശിന്റെ ശക്തിയോടെ, ക്രൂശിന്റെ ആ ചിഹ്നത്തോടെ നമ്മുടെ ശരീരത്തിൽ ഈ ചൂടടയാളം വഹിച്ചിരിക്കുന്നത് ഞാൻ മാത്രം സ്വർഗത്തിൽ പോകാനല്ല. നമ്മൾ ഇറങ്ങി നടക്കുമ്പോ നമ്മളിൽ വ്യാപരിക്കുന്ന കൃപ ഒരു ദേശത്തെ സ്പർശിക്കുമാർ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാനുണ്ട്. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർ നമ്മളിലെ കൃപയും ദൈവശക്തിയും തിരിച്ചറിയണം. നമ്മൾ ഒരു ഭവനത്തിൽ പോയാൽ അത് യേശു കർത്താവ് ഭവനത്തെ സന്ദർശിച്ച പോലെ ആയി തീരണം. ഒരു കാഷ്വൽ ജീവിതത്തിനല്ല ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു കാഷ്വലായി കുറച്ച് ജോലി ചെയ്തു, കുറച്ച് സമ്പാദിച്ചു, അങ്ങനെയല്ല. നമ്മൾ ഇന്ന് പകൽ ഈ ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ ഒന്ന് ശക്തിപ്പെട്ടാൽ, നമ്മൾ നിമിത്തമായി നമ്മളിലൂടെ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. ഈ
ഇത് എന്നിൽ അവസാനിക്കുന്ന കൃപയല്ല, ഇത് എന്നിലൂടെ ഒരു സമൂഹത്തിലേക്ക് ചെല്ലുന്ന ദൈവത്തിന്റെ കൃപയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളിലൂടെ ഇത് നടക്കുമെന്ന്? ദൈവം നിങ്ങളിൽ ചിലരെ ഭരമേൽപ്പിച്ച കാര്യമുണ്ട്. ചിലപ്പോൾ പ്രാർത്ഥിക്കാനുള്ള വരമായിരിക്കാം, ചിലപ്പോൾ വചനം സംസാരിക്കാനുള്ള വരമായിരിക്കാം, അല്ലെങ്കിൽ കൃപാവരങ്ങളുടെ ജ്വലനമായിരിക്കാം, പ്രവചന ശുശ്രൂഷയായിരിക്കാം, രോഗസൗഖ്യത്തിനുള്ള വരമായിരിക്കാം. ഇതൊന്നും ചെയ്യാനൊക്കാതെ ഭയത്തോടും നിരാശയോടും ലജ്ജയോടും ഇരിക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽ തിരിച്ചറിയണം, ദൈവം എന്നെ തെരഞ്ഞെടുത്തത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. ആ ശുശ്രൂഷയിലേക്ക് ഞാൻ നയിക്കപ്പെടുവാൻ എനിക്ക് ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. ആദിമ സഭയിൽ നടന്നതെല്ലാം നമ്മൾ ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് സഭയിൽ പ്രതീക്ഷിക്കണം. എല്ലാ ഞായറാഴ്ചയും അവിടെ രോഗസൗഖ്യം നടന്നുവെങ്കിൽ ഇതിനകത്ത് ഇന്ന് പകൽ രോഗസൗഖ്യത്തെ അയപ്പാൻ ദൈവത്തിന് കഴിയും. അവിടെ പ്രവചന ശബ്ദം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേട്ടല്ലോ, പ്രവചന ശബ്ദം ഇതിനകത്ത് ദൈവം മുഴക്കും. അവിടെ ആത്മനിറവിന്റെ ആരാധന ഉണ്ടായിരുന്നെങ്കിൽ അവിടത്തെ കുഞ്ഞുങ്ങൾ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചെങ്കിൽ ഇവിടത്തെ കുഞ്ഞുങ്ങൾ കാഴ്ചക്കാരായി അല്ല ഇവിടെ ഇരിക്കേണ്ടത്. അവരെ ആത്മനിറവിന്റെ സ്വാധീനത്താൽ ആത്മാവിന്റെ വലിയ ശക്തി നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സഭയുടെ അന്തരീക്ഷത്തിൽ ഞായറാഴ്ച മാത്രമല്ല നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ, നമ്മളായിരിക്കുന്ന മേഖലയിൽ ദൈവത്തിന് നമ്മളിലൂടെ മറ്റുള്ളവരെ സ്പർശിക്കാനുണ്ട്. തിമോത്തിയോസേ, ക്രിസ്തുവിന്റെ കൃപയിൽ നീ ശക്തിപ്പെടുക എന്ന് പറയുമ്പോ പല കാര്യങ്ങളും തിമോത്തിയോസ് മറന്നുപോയി. ഇന്ന് പകൽ ദൈവം നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പല സന്ദർഭങ്ങളിലായി ദൈവം നിങ്ങളോട് ഇടപെട്ട ദൂതുകൾ, വചന വെളിപ്പാടുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ദൈവമക്കളെ? പലപ്പോഴും സംഭവിക്കുന്നത് സാഹചര്യങ്ങൾ വെച്ച് നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ ദൗത്യവും മാറിക്കൊണ്ടിരിക്കും. ജോലിയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ശുശ്രൂഷ അങ്ങ് മാറിക്കൊണ്ടിരിക്കും. സാഹചര്യം, രോഗത്തിന്റെ അനുഭവം വെളിപ്പെടുമ്പോ നമ്മുടെ ഡിറക്ഷൻ മാറും. എന്നാൽ പൗലോസ് തിമോത്തിയോസിനോട് പറയുക, ശരിയാ, എന്റെ നിര്യാണകാലം അടുത്തു, ഞാനില്ല നിന്റെ കൂടെ, പക്ഷേ നീ ചില കാര്യം ഓർക്കണം. എന്തോർക്കണം? 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ കാണുന്നത്: അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. എന്റെ മുമ്പിൽ ഇരിക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ദൈവം നമ്മളെ വിളിച്ചിറക്കിയപ്പോ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. നമ്മളിലൂടെ ചില കാര്യങ്ങൾ ഈ ലോകത്തിൽ, ഈ ദേശത്തിൽ, ഈ സഭയിൽ ചെയ്യുവാനായി. അത് മറന്നുപോയവരായിട്ട് ഞായറാഴ്ച വണ്ടി ഓടിച്ചു വരുന്നു, ഇനി അടുത്ത ഞായറാഴ്ച വരാം. അതല്ല യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഞായറാഴ്ച വരുന്നത് ഒരുമിച്ചൊന്ന് ആരാധിച്ചു, സ്തുതിച്ചു, ദൈവവചനം കേട്ടു, പോകുന്നു. എന്നാൽ റിയൽ ലൈഫ് എന്ന് പറയുന്നത് തിങ്കളാഴ്ച മുതൽ ദൈവത്തിന്റെ വിളി അനുസരിച്ച് കൃപാവരങ്ങൾ ജ്വലിപ്പിച്ച് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി അന്ധകാര ശക്തികളോട് യുദ്ധം പ്രഖ്യാപിച്ച് ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും വെളിച്ചവും ഈ ദേശത്തിൽ അടിപ്പിപ്പാനാ ദൈവം നമ്മളെ വിളിച്ചത്. ദൗത്യത്തിൽ നിന്നും മാറിപ്പോകുന്ന തിമോത്തിയോസ്, സഭ വിട്ടില്ല തിമോത്തിയോസ്, വചനം വിട്ടുവെന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല, പക്ഷേ ദൈവകൃപയുടെ ശക്തിയിൽ നിന്നും താൻ മാറിപ്പോയി. ആ ശക്തി മാറിപ്പോയി. നിരാശനായി തന്നിലേക്ക് തന്നെ ചുരുങ്ങുന്ന തിമോത്തിയോസിനോട് പറയുക, എന്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള ദൈവകൃപയിൽ നീ ശക്തിപ്പെടുക. നിന്നിൽ നിൽക്കേണ്ടതല്ല ഈ വചനം, നിന്നിൽ നിൽക്കേണ്ടതല്ല ഈ കൃപ, നിന്നിലൂടെ മറ്റുള്ളവരിലേക്ക് ദൈവത്തിന്റെ കൃപയും വചനവും ചെല്ലേണ്ടതാണ്. കേൾക്കണമേ, എന്തുവാ യഥാർത്ഥ പ്രശ്നമെന്ന് ചോദിച്ചാൽ 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ തിമോത്തിയോസ് മറന്നുപോയ ഏറ്റവും വലിയ കാര്യം കർത്താവിന്റെ ദാസനെ ഓർപ്പിച്ചല്ലോ. പൗലോസിന് പറയാനുള്ളത്, I have only one thing to boast.
എനിക്ക് പുകഴാൻ ഒന്നേ ഉള്ളൂ. എന്തുവാ പുകഴാനുള്ളത്? ക്രൂശ്. ഞാൻ സ്ഥാപിച്ച സഭകളല്ല, ഞാൻ മെന്റർ ചെയ്ത ശുശ്രൂഷകളല്ല, എനിക്ക് പുകഴാൻ ഒന്നേ ഉള്ളെന്ന് പറയുന്ന പൗലോസ് ഇവിടെ പറയുക തിമോത്തിയോസിനോട്. തിമോത്തിയോസെ ലജ്ജ പിടിച്ചല്ലേ? അയ്യോ, മെന്ററിനെ, സീനിയർ പാസ്റ്റർ കാരാഗ്രഹത്തിലായി പോയി, ഇനി എന്റെ കാര്യം എന്തോ ആകും, ഇതുപോലെ ഞാൻ പ്രസംഗിച്ചാൽ ഞാനും അവിടെ കിടക്കും, എന്നാ ഇച്ചിരി മാറി യാത്ര ചെയ്തേക്കാം. പൗലോസ് തിമോത്തിയോസിനോട് പറയുക, നിന്റെ ഉള്ളിൽ ശക്തി വരണം. എന്തിന്റെ ശക്തി? 2:8 വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. നിന്നിലുള്ള കൃപാവരത്തെ നീ മറക്കരുത്, നിന്നിലുള്ള കൃപാവരത്തെ നീ ഓർക്കണം. 1:6. ഏറ്റവും കൂടുതൽ നമുക്ക് ഓർമ്മ വേണ്ടിയത് മനുഷ്യർ പറഞ്ഞ വാക്കിനെക്കാട്ടിൽ, മനുഷ്യരുടെ പ്രോത്സാഹനത്തെക്കാട്ടിൽ അവിടുത്തെ വാക്കുകൾ ശ്രദ്ധിക്കണം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ തിമോത്തിയോസേ നീ ഓർക്കേണ്ടത്, നീറോ സീസറിന്റെ വാളിനാൽ ഭയപ്പെടേണ്ടവനല്ല നീ. യഥാർത്ഥ രാജാവ് ഈ നീറോ കൈസറല്ല, ദാവീദിന്റെ സന്തതിയായി ജനിച്ച യേശുവാണ് രാജാവെന്ന ബോധ്യമുണ്ടെങ്കിൽ, മരണത്തെ പേടിച്ചിരിക്കുന്ന തിമോത്തിയോസിനോട് പറയുക, മരണമല്ലടാ ഒരു ശുശ്രൂഷകന്റെ അവസാനം. വിശ്വാസികളെ, മരണമല്ല നമ്മുടെ അവസാനം. നമ്മളെ വിളിച്ചവനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ നീ ഓർക്കണം. രോഗത്തിന് നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നാം, രോഗത്തിന് നമ്മുടെ പ്രത്യാശയെ കാർന്നു തിന്നുവാൻ സാധിക്കുകയില്ല. മരണം സംഭവിച്ചേക്കാം, എന്നാൽ ദൈവത്തിന്റെ പദ്ധതി നമ്മളിൽ നിവർത്തിക്കുന്നിടം വരെ ഏത് രോഗത്താൽ പിടിപെട്ടാലും വൈദ്യശാസ്ത്രത്തിന് ഒരത്ഭുതമാകത്തക്കവണ്ണം ദൈവത്തിന് താങ്കളെ ജീവനോടിരുത്താൻ സാധിക്കും. കാരണം ഇത് രാജാതി രാജാവിന്റെ സന്ദേശമാണ്, ഇത് കർത്താതി കർത്താവിന്റെ സന്ദേശമാണ്. ഇന്ന് പകൽ ഈ ശക്തി ഏറ്റെടുക്കുവാനായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നിന്നിൽ നിന്നു പോകേണ്ടതല്ല ഈ കൃപ. It should not stop with you. You need to be empowered by the power. നമുക്കെല്ലാം അറിയാം ഈ ക്രിസ്തുവേശുവിലുള്ള കൃപ. ആ വാക്കൂടെ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ക്രിസ്തുവേശുവിലുള്ള ദൈവകൃപയിൽ നീ ശക്തിപ്പെടുക. ക്രിസ്തുവേശുവിലുള്ള രക്ഷയെ കുറിച്ച് നമുക്കറിയാം. ക്രിസ്തുവേശുവിൽ രക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ അറിയാം. ക്രിസ്തുവേശുവിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പക്ഷെ ഈ വാക്കിന്റെ അർത്ഥം എന്താ? ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ നീ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൃപ എന്ത് കൃപയാണെന്ന് അറിയാമോ? രക്ഷിക്കുന്ന ഒരു കൃപയുണ്ട്. എഫേസ്യ ലേഖനം 2:8 മുതലുള്ള വാക്യങ്ങളിലുണ്ട്, കൃപയാലാണ് വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടത്. ഗലാത്യ ലേഖനം 2 എഴുതിയിട്ടുണ്ട്, കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. റോമാലേഖനം 3 എഴുതിയിട്ടുണ്ട്, കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. പക്ഷെ ഇതെന്താ? ഈ ശക്തിയുടെ കൃപ എന്താ? പറയാം. പൗലോസ് സ്വന്തം ജീവിതത്തിൽ നിന്നാണ് ഇത് എഴുതുന്നത്. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, എന്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ നീ ശക്തിപ്പെടണമെന്ന് പറഞ്ഞാൽ ഇത് രക്ഷിക്കുന്ന കൃപ മാത്രമല്ല, ജീവിതത്തിന്റെ ഏറ്റവും തിരസ്കരിക്കപ്പെടുന്ന നേരങ്ങളിൽ സാന്ത്വനമായി നിന്റെ ഹൃദയത്തിൽ ശക്തി പകരുന്ന ഒരു കൃപയുമാണിത്. 2 കൊരിന്ത്യർ 12:9 പൗലോസ് പറഞ്ഞില്ലേ, പൗലോസ് ജീവിതത്തിൽ ഇങ്ങനെ പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇതൊന്ന് മാറ്റണമേ, ഇതൊന്ന് നീക്കണമേ. ശബ്ദം വരിക, എന്റെ കൃപ നിനക്ക് മതി. അതെന്ത് കൃപയാ? എന്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് പകൽ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവകൃപയുടെ ശക്തിയുണ്ട്. ഹൃദയത്തിൽ ക്ഷീണമായിരിക്കുന്നവരെ, ബലഹീനതയിൽ ഈ കൃപ വ്യാപരിച്ചാൽ സാഹചര്യം മാറത്തില്ലായിരിക്കാം, പക്ഷെ ആൾ മാറിയവനായി ഈ ഹോളിനകത്തുനിന്നും വെളിയിലിറങ്ങാൻ പോകും. രോഗം മാറത്തില്ലായിരിക്കാം, എന്നാൽ ഉള്ളിൽ ഒരു വലിയ ബലം ദൈവം കൽപ്പിക്കുന്ന പകലാണിത്.
എന്തുവാ ദൈവത്തിന്റെ ഇഷ്ടമെന്നറിയാമോ? നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം അവസാനം. 1 കൊരിന്ത്യർ 15:10 പൗലോസ് പറയുന്നു, ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. ഇവിടെ ഇരിക്കുന്നവർക്ക് പറയാൻ കഴിയുമോ, ഞാൻ ആയിരിക്കുന്നത്, ഞാൻ ആയത്, ഞാൻ ചെയ്തത്, ഞാൻ നിൽക്കുന്നത്, ഇനി ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൃപയാ. എന്നെ രക്ഷിച്ച കൃപയുണ്ട്, എന്നെ ശുശ്രൂഷകനാക്കിയ കൃപയുണ്ട്, എന്റെ ബലഹീനതകളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയുണ്ട്. പൗലോസ് പറയുന്നത് തൊട്ട് മുമ്പത്തെ വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. എന്റെ മകനേ എന്ന് പറയുമ്പോ അതിന് മുമ്പ് 2 കൂട്ടരെ കുറിച്ച് പറയാം. 1:15 You know that everyone in the province of Asia has deserted me. തിമോത്തിയോസേ, ആസിയക്കാര്, എഫെസസുകാര്, ഞാൻ അവിടെ പോയി വചനം പറഞ്ഞു, ഭയങ്കരമായിരുന്നു, പക്ഷേ ആരുമില്ല. എവരിബഡി deserted me. എന്നിട്ട് ഒരാളെ കുറിച്ച് പറയുക 16-ാം വാക്യത്തിൽ, May the Lord show to the household of Onesiphorus. എന്തുവാ ഈ മനുഷ്യന്റെ പ്രത്യേകത? ഈ പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനെസിഫറസിന്റെ കുടുംബത്തിന് കർത്താവ് എന്താ ഈ ഒനെസിഫറസ് ചെയ്തതെന്നറിയാമോ? 17-ാം വാക്യം, അവൻ എന്റെ ചങ്ങലയെ കുറിച്ച്, തിമോത്തിയോസിന് എന്താ ഉള്ളത്? ലജ്ജ, ലജ്ജ, ലജ്ജ. പക്ഷേ ഈ ഒനെസിഫറസിനെ കുറിച്ച് പറയുക, ഈ മനുഷ്യൻ അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരിഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു. ഒനെസിഫറസ് എന്ന പേരിന്റെ അർത്ഥം പ്രയോജനമുള്ളവനെന്നാണ്. ആ പേര് എന്താ അതിന്റെ പ്രസക്തി? താൻ ഒരു അടിമയാണ്. അടിമകൾക്കാണ് ഈ പേരിടുന്നത്. പ്രൊഫിറ്റബിൾ എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന പേര്. ഒനെസിഫറസ് ഇന്ന് ഈ വാക്ക് എഴുതുമ്പോൾ ഒരു അടിമയല്ല. കാരണം ആ 16-ാം വാക്യത്തിൽ മേ ഗോഡ് ഷോ മെർസി ടു ദ ഹൗസ് ഹോൾഡ് ഓഫ് ഒനെസിഫറസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒനെസിഫറസിന്റെ കുടുംബത്തിന് ഹൗസ് ഹോൾഡ് എന്ന വാക്ക് വരുമ്പോ അടിമ തസ്തികയിൽ നിന്നും താൻ ഉയർന്നു എന്നാ കാണിക്കുന്നത്. അന്നത്തെ റോമ സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ സ്ലേവ്സ് ആണ് ഉള്ളത്, അടിമകൾ. അതിന്റെ മുകളിലുള്ളവരെ വിളിക്കുന്നതാണ് ഫ്രീഡ് മെൻ, സ്വാതന്ത്ര്യം കിട്ടവർ. ആരായി? ഒനെസിഫറസ് അടിമയായിരുന്നവനാണ്. എന്നാൽ അവന് വേണ്ട സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തോ സാക്ഷ്യം? കർത്താവേ, ഞാനൊരു അടിമയായിരുന്നു, ദൈവം എനിക്ക് നല്ലവനും വിശ്വസ്തനുമായി എന്നെ ഒരു ഫ്രീഡ് മാൻ ആക്കി, എന്നെ ദൈവം ഉയർത്തി, എന്റെ കണ്ണുനീര് തുടച്ചു, എന്നെ മാനിച്ചു, എനിക്ക് ജോലി തന്നു, എനിക്ക് ഡോളർ തന്നു. ഇതൊക്കെ പറയാം ഒനെസിഫറസിന്. പക്ഷേ ഒനെസിഫറസിൽ കൃപയുടെ ശക്തി വ്യാപരിച്ചപ്പോ തനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകളും അതെനിക്ക് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കാനല്ല. എന്നെ പ്രൊഫിറ്റബിൾ എന്ന പേരിട്ടത് ഒരടിമയായി പ്രൊഫിറ്റബിൾ ആകാനാ. എന്നാൽ ഈ ഒരു സാമൂഹിക ഉയർച്ചയും ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് ഞാനൊരു വലിയ വീട് വെച്ച് ദൈവം നല്ലവനാണ് എന്ന് പറഞ്ഞ് ജീവിക്കാനല്ല. നമ്മുടെ ജീവിതത്തിലെ ഭൗതിക ഉയർച്ചകൾ പോലും കൃപ വ്യാപരിക്കുന്നവർ തിരിച്ചറിയും. ഇത് മിഷന് വേണ്ടി പ്രയോജനപ്പെടാനാണ്. ഒരു വീട് തന്നുവെങ്കിൽ അത് ദൈവവേലയ്ക്ക് വേണ്ടി, ഒരു വണ്ടി തന്നുവെങ്കിൽ അത് ദൈവവേലയ്ക്ക് വേണ്ടി. ദൈവവേല എന്നുള്ളത് നമ്മുടെ കൺമുമ്പിൽ ഇല്ലാതാകുന്നതിനെയാ ശക്തി ചോർന്നു പോയവരുടെ ലക്ഷണമാണത്. കഴിഞ്ഞ ആഴ്ച കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ ദൈവമക്കളെ? ആരും കൈ ഉയർത്തണ്ട, ആരും എഴുന്നേറ്റ് നിൽക്കണ്ട, ചിന്തിക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ സുവിശേഷം പറയാൻ നമുക്ക് സാധിച്ചോ? മിഷനറീസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചോ? നമ്മുടെ വരുമാനത്തിൽ ഒരംശം എടുത്തു വെച്ച് ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ, ക്രിസ്തുവിന്റെ പേര് കേട്ടിട്ടില്ലാത്തടത്ത് പ്രസംഗിപ്പാൻ ഞാനിത് മാറ്റിവെക്കുക. ഒരു മിഷൻ ബഡ്ജറ്റിന് വേണ്ടി ഞാനിത് മാറ്റിവെക്കുക ചെയ്തോ?
അത് നടക്കുന്നില്ല എങ്കിൽ ദൈവമക്കളെ, മറ്റു പലരെയും പോലെ നമ്മളും കുറെ ബൈബിൾ അറിഞ്ഞു അല്ലെങ്കിൽ പാട്ടുപാടി അസ്വസ്ഥതകളൊന്നുമില്ല സന്തോഷത്തോടെ സിയോൻപുരം നോക്കി പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. സിയോൻപുരത്ത് നോക്കി പോകുന്നു, പക്ഷേ ഈ കപ്പലിൽ കാറ്റുകളുണ്ട്, ഓളങ്ങളുണ്ട്, തിരമാലകളുണ്ട്. അതിന്റെ നടുവിൽ കൃപയുടെ ഒരു ശക്തി ഇറങ്ങി വരുന്നത് എന്നെ നിർത്താൻ മാത്രമല്ല, എന്നിലൂടെ ക്രിസ്തുവിന്റെ സ്വഭാവവും സന്ദേശവും മറ്റുള്ളവരിലേക്ക് ചെല്ലാൻ കൂടിയാണ്. കർത്താവിന്റെ വിശേഷമായ വിളി ഉള്ളവർ എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. കർത്താവിന്റെ ദാസന്റെ ആ വാക്കും പ്രസംഗവും എല്ലാം കൂടെ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, ഇതിനകത്ത് സുവിശേഷ വേലയുടെ വിളിയുള്ളവർ ഇരിപ്പുണ്ട്. സാഹചര്യങ്ങളിൽ ഒളിച്ചു നിൽക്കാതെ, ലജ്ജയോടെ നിൽക്കാതെ, ഞാൻ ഇങ്ങനെ അങ്ങ് പൊക്കോളാമെന്ന് ചിന്തിക്കാതെ, ഇന്ന് പകൽ ക്രിസ്തുവേശുവിലുള്ള രക്ഷയിൽ മാത്രമല്ല, ക്രിസ്തുവേശുവിലെ കൃപയിൽ ഒന്ന് ശക്തിപ്പെട്ടാൽ താങ്കളിൽ മാത്രം നിൽക്കാതെ മറ്റുള്ളവരിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു നീരുറവ പോലെ എവിടെ പോകുന്നോ അവിടെ വചനത്തിന്റെ സ്വാധീനം ഉണ്ടാകുകയും, എവിടെ ചെല്ലുന്നോ അവിടെ അന്ധകാര ശക്തികളെ മാറ്റത്തക്കവണ്ണമുള്ള ദൈവ കൃപയോടെ ശുശ്രൂഷിപ്പാൻ ഉള്ളൊരു നിയോഗം ദൈവം നമ്മുടെ മേൽ പകരും. പൗലോസിന്റെ അവസാന വാക്ക്, ശക്തി വരേണ്ടത് ഉയരത്തിൽ നിന്നാണ്. ഈ ഞായറാഴ്ച ദിവസം നമ്മൾ ദൈവസന്നിധിയിൽ വന്നു. കൃപയുടെ ഒരു ശക്തി. നമ്മൾ അവസാനമായി ഈ ഗാനത്തിന്റെ വരികളൊന്ന് പാടി ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. ഈ കൃപ എന്നുള്ളത് ഒരു വലിയ വാക്കാണ്. പലപ്പോഴും എന്നോട് ആൾക്കാർ ഓരോ പാസ്റ്ററെ പ്രസംഗം നല്ലതായിരുന്നു, എല്ലാം നല്ലതായിരുന്നു, ഇത് പറയുമ്പോ ഞാൻ തിരിച്ച് പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഗ്രേസ്. കൃപ എന്ന വാക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. രക്ഷ കൃപയാലാണെങ്കിൽ നിൽക്കുന്നതും കൃപയാലാണ്. കൃപയുടെ ശക്തി ചോർന്നു പോയാൽ ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ചതൊന്നും നടക്കത്തില്ല. പിന്നെയും കഴിക്കും, പിന്നെയും കുടിക്കും, കുറെ ഇഞ്ചക്ഷനും ചെയ്യും, നമ്മൾ ഇങ്ങനെ പോകും, 70 80 വയസ്സ് വരെ പോകും. എന്നാൽ എൻ്റെ മകനെ, ക്രിസ്തുവേശുവിലെ കൃപയിൽ നീ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ഒരു കൃപയാണ്. ഇന്ന് പകൽ ഈ കൃപ എനിക്ക് വേണം അപ്പ എന്ന് പറയുന്ന എത്ര പേരുണ്ട്? കൃപയുണ്ട്, കൃപയുണ്ട്. തിമോത്തിയോസിന്റെ ഉള്ളിൽ കൃപയുള്ളതാണ്, പക്ഷേ കൃപ ചോർന്നുപോയി. സാഹചര്യങ്ങളിൽ വർഷപ്പഴക്കത്തിൽ ചോർന്നുപോയ തിമോത്തിയോസിനോട് പറയുകയാണ്, ഈ കൃപയുടെ ശക്തി നിന്നിലേക്ക് വരണം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനത്തിന്റെ വരിയ, കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയ എന്തു നല്ല ആശ്വാസം, ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം. അതെപ്പോഴാ മനോഹരമാകുന്നേ? കൃപയാൽ മനോഹരമായി. അല്ലെങ്കിൽ ഇത് എങ്ങനെയാ ദുരിതങ്ങൾ നിറയുന്ന ഈ ഭൂവാസം എങ്ങനെ മനോഹരമാകും? കൃപയുടെ ശക്തിയാൽ ഇത് മനോഹരമാകും. എന്നിട്ട് പാട്ടിന്റെ വരികൾ എങ്ങനെയാ? ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമി ആർക്ക് ഇഷ്ടമുണ്ട് മരുഭൂമി? പക്ഷേ ഈ കൃപയുടെ ശക്തി ഇറങ്ങി വരുന്നവർ പറയും, മരുഭൂമിയിൽ ആനന്ദ തണലേകും. ഇരുൾ പാതയിൽ ഇന്ന് നടക്കുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഇരുൾ പാതയിലൂടെ നാളെ എന്തെന്നറിയാതെ നടക്കുന്നവരുണ്ടെങ്കിൽ കേൾക്കണം, ഈ കൃപയുടെ, ക്രിസ്തുവേശുവിലുള്ള കൃപയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഇരുൾ പാതയിൽ അനുദിനം ഒളി നൽകും, വെളിച്ചം നൽകും. കൃപയൊന്നൻ ആശ്രയമായി. ഈ ഗാനത്തിന്റെ വരികളിൽ പാടുന്ന കൃപ എന്നിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും അയക്കണമേ എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയും ഉള്ളവർ അതാത് സ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ദൈവകൃപയോടെ ഈ ഗാനത്തിന്റെ വരികൾ ചേർന്ന് പാടാം.